ദുഃഖഹേതു നിവൃത്തി വിവേകം കൊണ്ടേ സംഭവിക്കൂ. സ്വരൂപബോധം കൊണ്ടേ അത് സംഭവിക്കത്തുള്ളൂ. വേറെ ഉപായമൊന്നുമില്ല. ഇത് അദ്വൈതിയുടെ അഭിപ്രായം. ആ നിലയ്ക്ക് ഈ ബോധം അനായാസമായി സ്വായത്തമാക്കാവുന്ന ഒന്നാണ്. ആത്മബോധത്തോടുകൂടി മുന്നോട്ട് പോകുക അത് പ്രയാസമുള്ള കാര്യമാണ്. മറ്റ് ഏത് സാധനങ്ങളെ അപേക്ഷിച്ചും അത് അനായാസമാണ്. എന്തുകൊണ്ട് അനായാസമായിരിക്കുന്നു? കാരണം അത് ശ്രവണത്തിലൂടെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് അത് അനായാസം എന്ന് പറയുന്നത്. അതാണ് അദ്വൈതി ആത്മബോധം അനായാസം എന്ന് പറയാൻ കാരണം അതാണ്. ശ്രവണത്തിൽ സംഭവിക്കുന്നു. ഭൗതികമായ ലൗകികമായ ഒരു വിഷയങ്ങൾ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് ശ്രവണത്തിൽ സംഭവിക്കുക. തത്വശ്രവണത്തിൽ അത് സംഭവിക്കുന്നു എന്ന്. ഹിമാലയം ശ്രവിച്ചു, എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഒരാശയം മനസ്സിൽ വന്നു. ഹിമാലയം അതൊരു വലിയ പർവ്വതമാണ്, മനോഹരമാണ്. കുറച്ച് കൂടുതൽ ശ്രമിച്ചാൽ പല ആശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഹിമാലയത്തെക്കുറിച്ചുള്ള ശ്രവണം ആശയസംഗ്രഹത്തിന് നമ്മളെ സഹായിക്കും. ഹിമാലയത്തെക്കുറിച്ചുള്ള ബോധം അവിടെ അപൂർണമായിരിക്കും. മറിച്ച് ഹിമാലയത്തെക്കുറിച്ചുള്ള ഭാവനകൾ ഇങ്ങനെ പൊട്ടിവിടലും. ഹിമാലയത്തെക്കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഹിമാലയം അനുഭവിച്ചിട്ടില്ലാത്തവനും ഹിമാലയത്തെക്കുറിച്ച് കവിത എഴുതാം. അവന്റെ ഭാവനയിലൂടെ. പക്ഷെ ഇവിടെ അദ്വൈതി പറയുന്ന എന്താണോ? ശ്രവണം, തത്വശ്രവണം തന്നെ തത്വത്തെക്കുറിച്ചുള്ള ഈ ബോധമില്ലായ്മയ്ക്ക് പരിഹാരമാണ്. അത് ഹിമാലയത്തെ ശ്രവിക്കുന്ന പോലെ അല്ല. അതെന്താ ഈ വ്യത്യാസം വരാൻ കാരണം? തത്വത്തെക്കുറിച്ച് ശ്രവിക്കുമ്പോൾ അവിടെ ഭാവനയുടെ ആവശ്യമില്ല. ഹിമാലയത്തെക്കുറിച്ച് ശ്രവിച്ചാൽ ഹിമാലയത്തെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഭാവനകളാണ്. ഭാവനയിലൂടെ ഗ്രഹിക്കുന്നത് അപൂർണമാണ്. അതിന്റെ പൂർണ്ണത എപ്പോൾ സംഭവിക്കണം? ഹിമാലയത്തെ നേരിട്ടൊന്ന് കാണണം. നേരിട്ട് കാണുന്നവന് പിന്നെ ഭാവനയുടെ ആവശ്യമില്ല. ഹിമാലയത്തിന്റെ സാക്ഷാത്കാരത്തിന് ഭാവനയുടെ ആവശ്യമില്ല, കൽപ്പനകളുടെ ആവശ്യമില്ല, അങ്ങനെ ഇങ്ങനെ ഒരു ഊഹത്തിന്റെ ആവശ്യമില്ല. ഇവിടെ തത്വശ്രവണത്തിൽ ഭാവന കടന്നു വരേണ്ട ആവശ്യമേ ഇല്ല. ഹിമാലയത്തെക്കുറിച്ച് ശ്രവിച്ചപ്പോൾ ഭാവന കടന്നു വന്നു. അവിടെ ബോധം അപൂർണമായി. തത്വശ്രവണത്തിൽ അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടില്ല? കാരണം ഇവിടെ തത്വം സ്വസ്വരൂപമാണ്. മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് അകലെയാണ്. കേട്ടിട്ടും മനസ്സിലായി. ഇതങ്ങനെയല്ല, സ്വരൂപമാണ്. കേട്ടാൽ ബോധിച്ച് ഒഴിയാൻ പറ്റത്തില്ല. ശ്രവിച്ചോ ബോധമുണ്ടായാലേ പറ്റൂ. അതുകൊണ്ട് ശ്രവണം ബോധത്തെ നേരിട്ട് തന്നെ കൊടുക്കുന്നു. അതുകൊണ്ടാണ് അദ്വൈതി പറയുന്നത് ഈ അദ്വൈതത്തിന്റെ ഈ രീതി ഇതനായാസമാണ്. രണ്ടാമതായി അവിടെ അനുഷ്ഠിക്കാനൊന്നും അവശേഷിക്കുന്നില്ല. പിന്നെ അവിടെ വരുന്ന ദോഷങ്ങൾ
ശ്രവിക്കുന്നവന്റെ പോരായ്മകളുണ്ട് അജ്ഞാന സംശയ വിപര്യങ്ങൾ വരാം. അതംഗീകരിക്കുന്നുണ്ട്. അതിനാവർത്തിക്കുക, അത് പരിഹരിക്കത്തക്ക രീതിയിൽ. ബോധം ഇല്ലാതെ അല്ല, ഉണ്ടായ ബോധത്തിലാണ് ഇത്തരം വികല്പങ്ങൾ സംഭവിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് അവിടെ ഈ ജാഗ്രതത്തിൽ. അതുകൊണ്ട് സുഷുപ്തിയല്ല ഇവിടെ ഉപായമായി നിർദ്ദേശിക്കുന്നത്. സുഷുപ്തിയിൽ ജ്ഞാനം സംഭവിക്കാത്തത് കൊണ്ട്, ജാഗ്രതത്തിൽ ജ്ഞാനം സംഭവിക്കുന്നത് കൊണ്ട്, അത് ആ ജ്ഞാനത്തിൽ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ നീങ്ങിയാൽ പിന്നെ ശേഷിക്കുന്നത് എന്താണ്? കേവലം സ്വസ്വരൂപം മാത്രം. ആ സ്വസ്വരൂപത്തെ ഇവിടെ, ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, അവിടെ ആ ബോധം സ്വസ്വരൂപത്തെ എങ്ങനെ വെളിപ്പെടുത്തുന്നത്? ദുഃഖരഹിതമായ ഒന്ന്. ആ ദുഃഖരഹിതമായ ഒന്നിന് പറയുന്ന മറ്റൊരു പേരാണ് ആനന്ദം, ദുഃഖരാഹിത്യം.